തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി തോറ്റപ്പോഴും ജയിച്ചപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിയെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റേതായ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മൂന്നാം ബദലിന് വേണ്ടി പരിശ്രമിച്ചു. LDF UDF കളികൾ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇരുമുന്നണികളുടെയും വോട്ട് ചേർന്നെന്നും CPM-ന്റെ അടിത്തറ തകർന്നെന്നുമാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും. ഞാൻ അതിനുവേണ്ടി നിൽക്കുക. 5 മണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ. BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്, എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തുന്നത്, എന്തുദ്ദേശത്തിലാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്, എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയും നിങ്ങൾക്കില്ല. സഹമന്ത്രി സ്ഥാനം കൊണ്ട് സുരേഷ് ഗോപി തൃപ്തനാണോ? അല്ലത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ഊഹോപോഹത്തിനൊരു മറുപടി ഞാൻ പറയണമെന്നാണ് പറയുന്നില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ വെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ BJP ഔദ്യോഗിക നേതൃത്വം പരിശ്രമിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ 3 ആദ്യ ഉത്തരം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പറയാം. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അല്ല എന്താ പറഞ്ഞ ബിന്ദുരാജെ, നിങ്ങൾക്കൊക്കെ ഈ പണി ഒഴിവാക്കിയിട്ട് വേറെ എന്ത് മര്യാദയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അല്ലാതെ അല്ല, നിങ്ങളിപ്പോൾ അതല്ല എഴുതാൻ പോകുന്നത്. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, എന്താണിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്? എന്താണ് മാധ്യമ വാർത്തകളാണോ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടോ? അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടോ ഈ സഹമന്ത്രി സ്ഥാനത്തിൽ ഒക്കെ തന്നെയും? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ലല്ലോ. വിനിത, സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ തള്ളാനാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്, എനിക്ക് സിനിമ ചെയ്തേ തീരൂ, അതുകൊണ്ട് എന്നെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് അക്കാര്യത്തിലൊരു ധാരണയെത്താതെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തൊട്ടു പിന്നാലെ നടത്തിയ ഈ പ്രതികരണമാണ് സുരേഷ് ഗോപിക്ക് ഈ സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ചതിൽ അതൃപ്തിയുണ്ട് എന്ന അഭ്യൂഹങ്ങൾക്ക്, അത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുമ്പോഴും കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് BJP ദേശീയ നേതാക്കൾ ഇതുവരെ അത്തരത്തിലൊരു പുനരാലോചന നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഇനി ഏതായാലും ഈ സഹമന്ത്രി സ്ഥാനമാണെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണോ സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയെ നേരത്തെ തോറ്റ സമയത്തും മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടത് വലത് മുന്നണികളും വേട്ടയാടി. ഇപ്പോഴും ആ വേട്ടയാടൽ ജയിച്ച ശേഷവും തുടരുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പക്ഷേ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു, ഈ സുരേഷ് ഗോപി ഇനി മന്ത്രിസ്ഥാനത്ത് തുടരുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് പലതും അഭ്യൂഹങ്ങളാണ്, ഊഹാപോഹങ്ങളാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ BJP അധ്യക്ഷൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, BJP സംസ്ഥാന നേതൃത്വത്തോട് കാര്യമായ കൂടിയാലോചനയൊന്നും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് നടത്തിയിട്ടില്ല എന്ന സൂചിപ്പിക്കുന്ന പരാമർശവും ഏതായാലും കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയത്. അത് സുരേന്ദ്രനോട് ആലോചിക്കേണ്ടുന്ന കാര്യമില്ല എന്നതായിരുന്നു, സുരേന്ദ്രനെ അറിയിക്കേണ്ട കാര്യമില്ല, എൻ്റെ അധികാരപരിധിയിലേ വരുന്ന കാര്യമല്ല എന്നതായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പാർട്ടി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നത്. അത് മാധ്യമവേല നടക്കില്ല എന്ന രീതിയിലും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിനീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ്. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളോടൊക്കെ
എന്നൊക്കെ തന്നെ വളരെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ന് താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിൽ പോലും വാർത്തകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ പാർട്ടി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കില്ല. BJP സംസ്ഥാനത്തൊരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത് എന്നും സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വകുപ്പുകളുടെ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ്